ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. ലീക്ക് ചെയ്യാൻ പറ്റും. മര്യാദയ്ക്ക് പണിയെടുത്തോ. ഇല്ലാന്നെ പണിയെടുത്തോ. ഞാൻ ഇപ്പോഴാണ് വരും. ഞാൻ പോയി എനിക്ക് പണി നിർത്തണ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണല്ലോ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണേ. എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഗൾഫിൽ നിന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. പോത്തെ എവിടെ പോയ എന്റെ മക്കളൊക്കെ കളിക്കാൻ പോയതാ. ഓലെ കളി കളിച്ച കണ്ടൊരു ദോശ പോലെ. എവിടേക്കാ ഞാൻ മണ്ടന്റെ പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോലെ. മാരക്കൊത്തന്മാരെ നിങ്ങൾ കളി ഞാൻ തീർച്ചയായും. ആ സുബൈർ അതാ വരുന്നേ. ഇപ്പൊ വരാം. മറ്റേ കാര്യം പറയും. എന്ത് കാര്യം? കല്യാണക്കാരിയെ. അതെ, ഇവക്ക് ഒരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? ഇപ്പം ഉണ്ടണ്ട. ആ ലീക്ക് ബീരാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് 2 ദിവസം കൂടെ താമസിക്കും. ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടക്കൊക്കെ വരണം. സുബൈറേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. ആലിയനെ എന്തെങ്കിലും കൊടുത്താളാ. മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇതാളിയാ, ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ? അല്ല, ഇനി പോരെ. റാഹത്തായി. നേരം വൈകി പോയിട്ടാ. ഇല്ലെങ്കിൽ ഇതിനേക്കാളും അധികം സാധനം കിട്ടിയേനി. ഉള്ള സമയം കളിച്ചുകൂടി മോയന്തേ. ഹുസൈൻ അളിയും വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാൾ അങ്ങോട്ട് നടന്നാണ് നിങ്ങള്. കാര്യം കൊറ്റിയേ ഓലക്കമ്മല വർത്താനം. ഞാൻ ഈ സുബൈർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നിടത്തോളം കൂടെ കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എന്റെ ഏട്ടത്തിനടുത്ത് കെട്ടിയാൽ മതി. ഇനി ഓക്കെ ബുദ്ധിയും കൗശലമുള്ള ഈ ബോധം അന്ന് ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഇനി നിങ്ങളൊക്കെ മനസ്സിന്റെ കൂടുതൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഞാൻ പോത്തിനെ കെട്ടിക്കൊണ്ടിറക്കേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോട് ഒന്നും ഉണ്ടണ്ട. നടക്കാട്ട്. അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കേറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാം. ജിന്റെ മകനും ഞാൻ എന്റെ ബാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ഇത്രമാത്രം ചൂടാൻ ഇവിടെ ബന്ധമുണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പാകുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നി എനിക്ക്. ഇതാപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരന്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുര. വലിയ ചെങ്ങായിയാണല്ലോ ചേക്കു.
കള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? വയസ്സായ ബാപ്പാനും ഇമ്മാനെയും ഒന്ന് അനുസരിച്ചുകൂടെ എനിക്ക്? ബേസായി പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിധിന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സോറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്റെ ഉമ്മ, ആ പെട്ടി നിറയെ മറ്റുള്ളവരുടെ സാധനങ്ങളായിരുന്നു. ആങ്ങളെ വന്നിട്ട് ഞമ്മക്കെന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞിക്കതിയാ? ആനമുട്ട പിഞ്ഞത് നിങ്ങക്ക് വേണ്ടില്ലേനു, എനിക്ക് വല്ലതും കിട്ടിയോ? ഈ വയസ്സ് കാലത്ത് എനിക്ക് പോറിയ സാധനമാണല്ലേ? മുണ്ടാണ്ടാടെ കുത്തിയിരുന്നോ? മുണ്ടാതെ. എനിക്കപ്പ വയസ്സായത്, നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാ? ആ, ചെറുപ്പക്കാരൻ തന്നെ. എന്റെ ആ ലക്ഷണം കെട്ട മാണില്ലേ, ഓന്റെ കണ്ണൂക്കിന്റെ ചോറ് ഞാൻ നടക്കുക. ഓന്റെ ആ കൊന്ത്രമ്പല്ലി ഞാൻ തട്ടു. ആ കൊന്ത്രമ്പല്ല് ഞാൻ തട്ടു. ഇജല്ല ഞാൻ തട്ടു. എന്നാലൊന്ന് കാണണല്ലോ. അറിയാത്തോണ്ട് ചോദിക്ക, ഇജ് എന്തിനുള്ള പുറപ്പാടാ? ഇജ് കൊറേ കാലാലോ എന്റെ ബെയ്ത്താല കൂടുന്നേ. അനക്ക് എന്താ മാണ്ടിയത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വാപ്പേ, എനിക്ക് ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ വേണമെന്ന്. നിങ്ങളെടുത്ത് കണ്ടമാനം പൈസ അല്ലേ? കടം തന്നാ മതി, മാസം ഞാൻ തന്ന് വീട്ടിക്കോളാം. കുറച്ച് പൈസ എൻ്റെ അളിയനോട് വാങ്ങും. ഈ കൂലിപ്പണി എടുക്കാൻ ഇന്നെ കൊണ്ടാവൂല. ആ ആയിക്കോട്ടെ, എത്ര ഉറുപ്പ്യ എനിക്ക് ഞാൻ തരേണ്ടിയത്? 50,000. ആ, എന്ത് ബിസിനസ് ആജി തുടങ്ങണേ? കോഴിക്കച്ചവടം. അതേതായാലും എനിക്ക് ചേരും. പക്ഷെ എനക്കൊന്ന് കേക്കണോ, ആ ബിസിനസിന് 5 പൈസ ഞാൻ തരൂല. 5 പൈസ? ബാപ്പേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേക്കി. എന്ത് പറഞ്ഞാലും ജീവനുള്ള കാലത്ത് ആ ബിസിനസിന് ഒരു നയാ പൈസ ഞാൻ തരൂല. നയാ പൈസ മാണ്ട, നിങ്ങളെ ജീവൻ പോണ വരെ ഞാൻ കാത്തുന്നോളാം. 400-500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമില്ല. അനക്കൊരു കരയേറ്റം വേണമെങ്കിൽ 1500 റിയാൽ ശമ്പളം എന്തെങ്കിലും വേണം. അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാരിയാ? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. എന്ത് ചെയ്യാം? അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യാ? ആ കാര്യത്തിൽ ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഓര് നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.25 കൊടുക്കേണ്ടി വരും. 1.25 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? ഇന്റെ കമ്മീഷൻ വേണ്ട, അന്റെ നസീബ് കഴിയട്ടെ. എന്ത് ചെയ്യും? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്നാ വിസ ആൺകുട്ടികളും കൊണ്ടുപോകും. ഇന്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം, ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ KP ട്രാവൽസിൽ വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 റുപ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള ഫ്രീ വിസ എനിക്ക് വേണം. നമ്മളിത് താളുണ്ട്. 1 ലക്ഷം ഞാൻ മേടിച്ചുതരാം. ആ ആ ആ ആയിക്കോട്ടെ.
അല്ലല്ല, ഞാൻ നാളെ പാർട്ടിനും കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിക്ക് വരാം. എന്ത് ചെയ്യാം? ഓക്കെ. ആ